ട്രംപിന്റെ വൃത്തികെട്ട തീരുവ വിലപേശൽ ഒടുവിൽ പ്രതികരിച്ചിരിക്കുകയാണ് ചൈന. എന്തായാലും മണ്ടൻ ട്രംപിനൊപ്പമല്ല, ഇന്ത്യക്കൊപ്പമാണ് ചൈന. അതായത് ട്രംപിന്റെ തീരുവ നയത്തിൽ ഇന്ത്യക്ക് ഒരു ചുക്കും സംഭവിക്കാനില്ല എന്നും എന്തു ചെയ്താലും ഇന്ത്യയെ ഉപദ്രവിക്കുക എന്നതാണ് അമേരിക്കയുടെയും ട്രംപിന്റെയും നയം. എന്നാൽ ഈ രീതിക്ക് ഇപ്പോൾ അമേരിക്കയ്ക്ക് കണക്കിന് കൊടുത്തിരിക്കുകയാണ് ചൈന. കാരണം ഇന്ത്യക്ക് പിന്തുണ നൽകിയിരിക്കുകയും ഏതു സമയത്തും ഇന്ത്യക്ക് പുറകെ നടന്ന യുഎസിനെ ഉപദ്രവിക്കുക എന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യയിലെ ചൈനീസ് അംബാസഡർ സുയ് ഫെങ് ഹോങ്. സ്വതന്ത്ര വ്യാപാരത്തിൽ നിന്നും വളരെ കാലമായി അമേരിക്കയ്ക്ക് നേട്ടമുണ്ടായിരുന്നു എങ്കിലും ഇപ്പോൾ തീരുവകളെ വിലപേശൽ ആയുധമായി ഉപയോഗിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യക്കുമേൽ യുഎസ് 50% വരെ താരിഫ് ചുമത്തിയ നീക്കത്തെ ചൈന ശക്തമായി എതിർക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മൗനം പാലിക്കുന്നത് ഭീഷണിപ്പെടുത്തുന്നയാളെ ധൈര്യപ്പെടുത്തുകയേ ഉള്ളൂ എന്നും ചൈന ഇന്ത്യക്കൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സ്വതന്ത്ര വ്യാപാരത്തിൽ നിന്നും അമേരിക്ക വളരെ കാലമായി നേട്ടമുണ്ടാക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ തീരുവകളെ അവർ വിലപേശൽ ആയുധങ്ങളായി ഉപയോഗിക്കുകയാണ്. ഇന്ത്യക്ക് മേൽ 50% വരെ തീരുവ ചുമത്തിയ ചൈന അതിനെ ശക്തമായി എതിർക്കുകയാണ്. നിശബ്ദത ഭീഷണിപ്പെടുത്തുന്നവരെ ധൈര്യപ്പെടുത്തുകയുള്ളൂവെന്നും ചൈനയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കായി ചൈനീസ് വിപണി തുറക്കുന്നതിനെ കുറിച്ച് സംസാരിച്ച അദ്ദേഹം പരസ്പരം വിപണികളിൽ സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിലൂടെ ഇരു രാജ്യങ്ങൾക്കും വളരെയധികം പുരോഗതി കൈവരിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും യുഎസ് ഇന്ത്യയുമായി ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ചൈനയുടെ ഈ രംഗപ്രവേശം എന്നതും ശ്രദ്ധേയമാണ്. ചൈനീസ് വിപണികളിലേക്ക് കൂടുതൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ പ്രവേശിപ്പിക്കുന്നത് തങ്ങൾ സ്വാഗതം ചെയ്യുന്നുവെന്നും IT, സോഫ്റ്റ്വെയർ, ബയോമെഡിസിൻ എന്നിവയിൽ ഇന്ത്യക്ക് മത്സരക്ഷമതയുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് നിർമ്മാണം, അടിസ്ഥാന സൗകര്യ നിർമ്മാണം, പുതിയ ഊർജം എന്നീ മേഖലകളിൽ ചൈനക്കാർ അതിവേഗം വികസിക്കുന്നത് കാണുന്നുവെന്നും ചൈനീസ് അംബാസഡർ പറയുന്നു. ഇന്ത്യൻ ബിസിനസ്സുകൾ ചൈനയിൽ നിക്ഷേപം നടത്തണമെന്നും ചൈന ആഗ്രഹിക്കുന്നുവെന്നും മറിച്ച് രാജ്യത്ത് ചൈനീസ് ബിസിനസ്സുകൾക്ക് ന്യായമായ അന്തരീക്ഷം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് പ്രയോജനകരമാകുന്ന തരത്തിൽ ഇന്ത്യയിലെ ചൈനീസ് സംരംഭങ്ങൾക്ക് നീതിയുക്തവും വിവേചനരഹിതവുമായ ബിസിനസ് ഒരുക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച